ഒരു ഫംഗ്ഷനെ ഞാൻ യു എന്നും മറ്റേ ഫംഗ്ഷനെ വി എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒരെണ്ണത്തിനെ യു എന്നും ഒരെണ്ണത്തിനെ വി എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ജനറലി ഫംഗ്ഷന്റെ ഫോർമുല. അപ്പോ എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും വരാം. ഇപ്പൊ 3x+2 അല്ലെങ്കിൽ 2x²+3, 2x+2 ഇങ്ങനെ ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും വരാം. അപ്പൊ എനിക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഒരെണ്ണത്തിന് ഞാൻ യു എന്നും ഒരെണ്ണത്തിന് വി എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇവയുടെ അഡീഷൻ, അതായത് യു പ്ലസ് വി ആണെങ്കിൽ d/dx ഓഫ് യു പ്ലസ് വി ഈസ് ഈക്വൽ ടു du/dx പ്ലസ് dv/dx ആണ്. രണ്ട് ഫംഗ്ഷനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അവയെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സബ്ട്രാക്ഷനും ഇതുപോലെ തന്നെയാണ്. d/dx ഓഫ് യു മൈനസ് വി ആണെങ്കിൽ du/dx മൈനസ് dv/dx ആണ്. രണ്ട് ഫംഗ്ഷനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും, അതിനുശേഷം അവയെ തമ്മിൽ മൈനസ് ചെയ്യും. അഡീഷൻ ആണെങ്കിൽ രണ്ട് ഫംഗ്ഷനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, റൂള് ക്ലിയർ ആണോ? റൂൾ എഴുതിയെടുത്തോ? റൂൾ എഴുതിയെടുത്തോ? ഓക്കെ, ഇനി ഇതിന്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. എഴുതിയെടുത്ത് കഴിഞ്ഞോ? അൽക്ക കഴിഞ്ഞോ? ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഇപ്പം 3 ഫംഗ്ഷൻ ഒക്കെ വന്നാലും ഇങ്ങനെ തന്നെയാ കേട്ടോ. യു വി ഡബ്ല്യു അങ്ങനെ 3 ഫംഗ്ഷൻ വന്നാൽ നമ്മൾ du/dx പ്ലസ് dv/dx പ്ലസ് dw/dx ഇങ്ങനെ എത്ര ഫംഗ്ഷൻ വന്നാലും നമ്മൾ അതിനെ ഇങ്ങനെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് പോവാം. അങ്ങനെ രണ്ടെണ്ണം മാത്രമേ വരാവുള്ളൂ എന്നൊന്നുമില്ല, എത്ര എണ്ണം വേണമെങ്കിലും വരാം. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലം, find the derivative of y equal to 4x³ plus 2x raised to 4. 4x³ plus 2x raised to 4. y equal to 4x³ plus 2x raised to 4. അപ്പോൾ ഇതിനെ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇതിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് dy/dx is equal to, ഇതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? 4നെ പുറത്ത് നിർത്തിയിട്ട് d/dx of x³ പ്ലസ് ഇവിടെ ആണെങ്കിൽ 2നെ പുറത്ത് നിർത്തിയിട്ട് d/dx of x raised to 4 which is equal to 4 into x³ x raised to n ഫോമിലാണ് കിടക്കുന്നത്. ഇതിനെ nx raised to n-1 എന്ന് എഴുതാം. n is equal to 3 ആണ്. So 3 into x raised to 3-1 plus 2 into 4x raised to 4-1 which is equal to 12x raised to 2 plus 8x raised to 3. 12x² plus 8x³. കിട്ടിയവര് അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇത് കിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. y equal to x² plus 3x plus 4. y equal to x² plus 3x plus 4. y equal to x² plus 3x plus 4.
ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയോ? ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയോ? പ്രണവേ കിട്ടിയോ? 2x കിട്ടി, ബാക്കി കിട്ടിയില്ല. 3x നെ എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നേ? 3 into equal to 3 into dx by dx. dx by which is equal to 3 into 1. That is equal to 3. 4 നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എത്ര കിട്ടും? കോൺസ്റ്റന്റ് ആണ് 4. അതിന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 0. അപ്പൊ നമുക്ക് 2x plus 3. ക്ലിയർ ആണോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? അശ്വതി, ഹലോ അശ്വതി, മനസ്സിലായോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ തരാം, ചെയ്തോ. സ്പീഡ് ചെയ്തോ കേട്ടോ. ഇനി അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായല്ലോ. ഇനി സ്പീഡ് ചെയ്തോ. y equal to 4x cube plus 2x square plus 8x plus 10. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് y equal to 8x raised to 4 plus 3x square plus log x. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടും ചെയ്തിട്ട് ആൻസർ പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയോ? എല്ലാവർക്കും? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. കിട്ടി. എത്ര കിട്ടി ക്രിസ്റ്റീന? 6x square plus 4x. 12x square plus 4x plus 8. സോറി, ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേന്റെ ഉത്തരം എത്ര പ്രണവേ? രണ്ടാമത്തെ ചെയ്തില്ല. വേഗം ചെയ്യ്. സ്പീഡ് ചെയ്യണം. ഇനി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ സ്പീഡ് ആയിരിക്കണം. ഡിഫറൻസിയേഷൻ ആണ് പഠിക്കാനും ചെയ്യാനും ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും രസമുള്ളതും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇന്റഗ്രേഷൻ നിങ്ങൾ അടുത്ത സെമസ്റ്റർ പഠിക്കും. BCMലാണെങ്കിൽ മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിക്സിലും ഇന്റഗ്രേഷൻ പഠിക്കാനുണ്ട്. ബെസൈലസിൽ ആ പേപ്പർ ഇല്ലെന്ന് തോന്നുന്നു അല്ലെ? 6th സെമസ്റ്ററിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഇല്ലല്ലോ.
ഇല്ലെന്ന് തോന്നുന്നു. BCM-ല് ഇന്റഗ്രേഷൻ നമ്മള് QT-ലും പഠിക്കും, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലും പഠിക്കും. അൽഫോൺസയിൽ ഉണ്ടല്ലേ, മാത്തമാറ്റിക്കൽ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, അൽഫോൺസയിലും BCM-ലും ആണ് ഉള്ളത്. അൽക്ക, ഹലോ അൽക്ക, നിങ്ങൾക്ക് ആരാ എക്കണോമെട്രിക്സ് എടുക്കുന്നേ? ഞങ്ങളെ ഇതുവരെ ടീച്ചർ വന്നിട്ടില്ല. ജസ്റ്റീനെയാണോ പഠിപ്പിക്കണേ? ജസ്റ്റീന ആകപ്പാടെ ഒരു ചാപ്റ്റർ മാത്രമേ തീർത്തിട്ടുള്ളൂ. ഓക്കെ, വേറെ ഇതുവരെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ജസ്റ്റീന. ഓക്കെ ഓക്കെ ഓക്കെ. കിട്ടുമ്പോ പറയണേ. സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ. ഇത്തിരി സമയം എടുക്കല്ലോ കേട്ടോ. എനിക്ക് കിട്ടി. എത്ര കിട്ടി? 32x³ plus 32x³ plus 1/x. ഓക്കെ. ഇനി നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ശരിയാണോ നോക്കാൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സ്റ്റെപ്പ് എഴുതാതെ എക്സാമിന് പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു തരുവാണ്. ഇത് കണ്ടോ, 4 × 3 12x². ഒരെണ്ണം കുറഞ്ഞു. 4 × 3 ഇവിടുന്ന് ഒരെണ്ണം കുറഞ്ഞു. 2 × 2 4x⁻1. ഇവിടെ 8 × 1 8x⁻0. ഇവിടെ കണ്ടോ, 8 × 4 32x³. 3 × 2 6x. log x-ന്റെ ഡിഫറൻഷ്യൽ 1/x. അത് അങ്ങനെ കാണാതെ പഠിക്കണം. d/dx of derivative of log x equal to 1/x ആണ്. ഡെറിവേറ്റീവ് ഓഫ് e⁻x is equal to e⁻x തന്നെയാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ബാക്കിയുള്ളത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ, ലൈക്ക് ഇങ്ങനെ 8 × 4 32, പിന്നെ x-ന്ന് റേസ് ടു ഒരെണ്ണം കുറയ്ക്കുക. അങ്ങനെ ചെയ്തെടുക്കും. ഞാനപ്പോ ഇപ്പൊ നിങ്ങൾ ആൻസർ പറഞ്ഞപ്പോ ശരിയാണോ നോക്കിയത് ഈ മെത്തേഡ് ഉപയോഗിച്ചാണ്. പക്ഷെ ഇതിപ്പോ പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾ ചെയ്ത് ശീലമായി കഴിഞ്ഞിട്ട് ഉത്തരം ശരിയാണോ നോക്കാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് ഇത് മാത്രമേ നോക്കുള്ളൂ. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഇതേ നോക്കുള്ളൂ. ഓക്കെ, ഇത് പറഞ്ഞു തന്നു എന്ന് വിചാരിച്ച ആരും സ്റ്റെപ്പ് എഴുതാതെ എക്സാമിന് മാർക്ക് കിട്ടില്ല കേട്ടോ. ഫൈനൽ ആൻസർ കറക്റ്റ് ആണോ നോക്കാൻ മാത്രം ഉപയോഗിക്കുക. ഇനി അടുത്തത് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. y equal to 2x² minus 3x minus 5. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം. dy/dx is equal to 2 × d/dx of x² minus 3 × d/dx minus d/dx of 5. ഇവിടെ 2 പുറത്താണ്. 2 × x² എന്ന് പറയുമ്പോൾ x⁻n ഫോമിലാണ്. n x⁻n-1 ആയിട്ട് എഴുതും. 2 × x⁻2 - 1 minus 3 × dx/dx ചെയ്താൽ 1 കിട്ടും. 3 × 1 minus 5ന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 0. 5 ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് 5ന്റെ ഡിഫറൻഷ്യൽ 0. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യുമ്പോൾ 4x⁻1 minus 3. 4x minus 3 എന്ന് ആൻസർ കിട്ടും. ശരിയാണോ എന്നൊന്ന് നോക്കിയേ. 2 × 2 4x⁻1. അതാണ് 4x. മൈനസ് 3 × 1 3. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ തരാം, വേഗം ചെയ്തോ, സ്പീഡിൽ കേട്ടോ. ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് ഇനിയും കുറെ സാധനം പഠിക്കാനുണ്ട്. y equal to
4x raised to 8 minus 3x raised to 5 minus x cube. ഒരു question y equal to minus 3x cube minus 4x square minus 3x minus 4. രണ്ടാമത്തെ question. മൂന്നാമത്തെ question y equal to 6x square minus e raised to 3x. നാലാമത്തെ question y equal to 6x raised to 9 minus 2x plus 1 by x. വേഗം ചെയ്തു. 1 by x നെ ചെയ്യുമ്പോൾ എങ്ങനെ ആക്കണം? ഇതിനെ എക്സ്പോണന്റ് രീതിയിലേക്ക് ആക്കണം. എങ്ങനെ ആക്കണ്ടേന്നൊക്കെ ആലോചിക്കുക കേട്ടോ. 1 by x നെ എക്സ്പോണന്റ് ആക്കിയിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. x raised to n ഫോമിലേക്ക് മാറ്റണം. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പറ കേട്ടോ. 4 ചെയ്ത് കഴിഞ്ഞിട്ട് പറയണം. ഓരോരുത്തരോടും ചോദിക്കും. ക്ലാസ് കഴിഞ്ഞോ? എല്ലാം ചെയ്ത് കഴിയുമ്പോ പറയണേ. പ്രണവ് വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് പോയോ? കാൽക്കുലേറ്റർ എടുത്തതായിരിക്കും. കാൽക്കുലേറ്ററിന്റെ ആവശ്യമില്ല. അനിയൻ വന്നതാണോ? ഓഡിയോ അൺമ്യൂട്ട് ചെയ്യ, എനിക്ക് കേക്കത്തില്ല. എവിടെ പോയതാ? അല്ല, ഇവിടെ തന്നെ ചെയ്യുമായിരുന്നു. ഇതിന് ഒത്തിരി സമയം എടുക്കല്ലേ, വേഗം വേഗം ചെയ്തേ.
ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, അൽക്കെ ഒന്ന് പറഞ്ഞേ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. 32 s raised to 7 minus 15 s raised to 4 minus 3 s raised to 2. വെരി ഗുഡ്, കറക്റ്റ് ആണ്. 32 x raised to 7 minus 15 x raised to 4 minus 3x square. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, രണ്ടാമത്തെ ചെയ്തോ? ചെയ്തു. ഓക്കെ, ആര് പറയും? ക്രിസ്റ്റീന ചെയ്തോ? ക്രിസ്റ്റീന പറയോ? minus 9x square minus 8x minus 3. 8x minus 3. വെരി ഗുഡ്, കറക്റ്റ് ആണ്. അടുത്തത് ചെയ്തോ? പ്രണവേ ചെയ്തോ? അൽബീറ്റ ചെയ്തോ? ഹലോ, ഹലോ പറഞ്ഞോ. ആദ്യത്തെ രണ്ടാമത്തെ കിട്ടിയായിരുന്നു എന്നാണോ പറഞ്ഞേ? കേക്കത്തില്ല, ചാറ്റില് ടൈപ്പ് ചെയ്തോ? കേക്കത്തില്ല, കട്ടായി പോകുന്നു, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഹലോ, അൽബീറ്റ പോയോ? അശ്വതിക്ക് കിട്ടുന്നുണ്ടോ ആൻസർ? പറഞ്ഞോ അൽബീറ്റ പറഞ്ഞോ. ആദ്യത്തേത് കിട്ടി, രണ്ടാമത്തേത് കിട്ടിയില്ലേ? കിട്ടി. മൂന്നാമത്തേത് കിട്ടിയോ? ഇതില് എനിക്ക് ക്വസ്റ്റ്യൻ 6x raised to 3 അല്ലേ? 6x സ്ക്വയർ. സ്ക്വയർ ആണല്ലേ? വേഗം ചെയ്. പ്രണവേ കിട്ടിയോ മൂന്നാമത്തെ? രണ്ടാമത്തെ ഓൾറെഡി കിട്ടി, മൂന്നാമത്തെ ക്രിസ്റ്റീനക്ക് കിട്ടിയോ മൂന്നാമത്തെ? പറഞ്ഞോ. 12x minus 2e raised to 2x ആണ്. 2e raised to 2x ആണോ? d by dx of e raised to 3x. e raised to u ആണ്, where u equal to 3x ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് u into du by dx അല്ലേ ചെയ്യുന്നത്, which is equal to 3x into d by dx of 3x. 2 വെച്ചാ മിസ് ചെയ്തേ. ഓക്കെ, e raised to 3x ആണ് ചെയ്യേണ്ടത്. ഒന്ന് ചെയ്ത് നോക്കിയേ. എനിക്കൊന്ന് കിട്ടിയത് 3e 3e raised to 3x എന്നാണോ കിട്ടിയത്? 3e raised to 3x ആണോ കിട്ടിയത്? എനിക്ക് അങ്ങനെ കിട്ടിയത്. ഓക്കെ, 3e raised to 3x. 2 അവിടെ എഴുതിയിരുന്നു. അത് കുഴപ്പമില്ല. 3e raised to 3x. d by dx of e raised to 3x is equal to e raised to 3x into d by dx of 3x, which is equal to e raised to 3x into 3. That is equal to 3e raised to 3x. ബീറ്റ ചെയ്യുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ?
3x വരുമ്പോ ഒന്ന് പറ. കേട്ടില്ല. e3x വരുമ്പോ എങ്ങനെയാണെന്ന് പറയാം. അത് e⁻x റൂള് പഠിക്കാത്തോണ്ടാ. e⁻u ആണെങ്കിൽ എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? d/dx ഓഫ് e⁻u എന്താ? പ്രണവ് പറഞ്ഞേ. e⁻u into du/dx. e⁻u into du/dx. ഇവിടെ നമുക്ക് ഉള്ളത് e⁻3x അല്ലേ? e⁻3x അല്ലേ? അപ്പൊ ഇതാണ് e⁻u അല്ലേ? ഇതാണ് e⁻u. 3x അല്ലേ? e⁻3x എന്ന് വെച്ചാൽ e⁻u ആണ്. അപ്പൊ u എത്രയാ? u എത്രയാ? e⁻3x എന്ന് പറഞ്ഞ e⁻u ആണ്. അപ്പൊ u എത്രയാ? 3x. അപ്പൊ u is equal to 3x ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആൻസറിൽ e⁻3x into du/dx ന് പകരം d/dx of 3x ചെയ്യണം. കാരണം u എന്ന് പറയുന്നത് 3x ആണ്. അപ്പൊ എത്ര വരും? e⁻3x into ഇവിടെ 3 പുറത്തെടുക്കും. 3 into dx/dx വരും. dx/dx എത്രയാ? 1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് e⁻3x into 3 എന്ന് വരത്തില്ലേ? That is equal to 3e⁻3x. കിട്ടിയില്ലേ? ഓക്കെ. റൂള് എല്ലാ റൂളും കാണാതെ പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് റൂള്. ഡിഫറൻസിയേഷന്റെ കുറച്ച് ലാസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ അതിന്റെ ആ 2 മൈനസ് പ്ലസ് അല്ലേ വരുന്നത്? പ്ലസ് 1/സ്ക്വയർ. പ്ലസ് 1/x. പക്ഷെ ടെസ്റ്റ് മൈനസ് ആ കൊടുത്തേക്കുന്നത്. ആൻസർ കിട്ടുന്ന ആൻസറോ? ഓക്കെ, അത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് പറയാം. ചെയ്ത് നോക്കാം. ഇവിടെ മൈനസ് ആ വരണ്ടേ. മൈനസ് ആ വരണ്ട. ടെക്സ്റ്റ് ബുക്കിൽ മിസ്റ്റേക്ക് ആയിരിക്കും. കുറച്ച് പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഒന്ന്. എനിക്ക് കിട്ടിയത് പ്ലസ് y equal to നോക്കാം നമുക്ക്. y equal to 6x raised to 9 minus 2x plus 1/x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനെ നമുക്ക് ആദ്യം തന്നെ y equal to 6x raised to 9 minus 2x plus x raised to -1 എന്ന് എഴുതാം. ഇനി നമ്മൾ dy/dx ചെയ്യുമ്പോഴത്തേക്കും 6 into d/dx of x raised to 9. അതിനെ നമുക്ക് 9x raised to 9 minus 1 എന്ന് എഴുതാം. Minus 2 into x raised to 2 into dx/dx വരും. That is 2 into 1 plus d/dx of x raised to -1 നമ്മൾ എങ്ങനെ എഴുതും? d/dx of x raised to -1 is equal to -1 into x raised to -1 minus 1. That is equal to -1 into x raised to -2. ഇങ്ങനെയല്ലേ കിട്ടുന്നേ? അല്ലേ? പിന്നെ 9 into 6 എത്രയാ? 54. 54 x raised to 8 minus 2 minus x raised to -2. That is equal to 54 x raised to 8 minus 2 minus 1/x square. ഇങ്ങനെയാണോ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്? അതെല്ലോ. അതെ. നിങ്ങളുണ്ടല്ലോ ആ എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ ഇടുവൊന്നും വേണ്ട കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കോമൺ ഡിനോമിനേറ്റർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇടണ്ട, ഇങ്ങനെ ഇടാവുള്ളൂ കേട്ടോ. കോമൺ ഡിനോമിനേറ്റർ ഇടരുത്. കോമൺ ഡിനോമിനേറ്റർ ഇടണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇടാൻ. കോമൺ ഡിനോമിനേറ്റർ ഒന്നും ഇടണ്ട, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ. ബുക്കിലൊന്ന് കറക്റ്റ് ചെയ്തേക്ക് കേട്ടോ. ഇനി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോ നിങ്ങൾ അങ്ങനെ ചെയ്ത് വെക്കണ്ട. ക്ലിയർ അല്ലേ? സബ്ട്രാക്ഷൻ. ഓക്കെ. ഇനി ഞാൻ മൾട്ടിപ്ലിക്കേഷന്റെ റൂള് പറയാൻ പോവാണ്.
അടുത്ത മീറ്റിംഗിന്റെ ലിങ്ക് വരുമ്പോഴത്തേക്ക് മൾട്ടിപ്ലിക്കേഷന്റെ റൂള് നന്നായി പഠിച്ചിട്ടേ വരാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. യും വി വെച്ച് പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ വെച്ച് പറയാം. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ പറയാം. നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, 1ഉം 2ഉം. 1 into 2 നമുക്ക് ചെയ്യണമെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ എങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എഴുതി, അത് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിച്ചു. പ്ലസ് ആണ്, ഇൻറ്റു അല്ല, പ്ലസ് ആണ്. അതിനുശേഷം രണ്ടാമത്തെ ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ എഴുതി, എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഇനി യു വി ഫോമിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി ഈസ് ഈക്വൽ ടു u into dv by dx plus v into du by dx. Same thing, first function into differential of second plus second function into differential of first. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഏതാണോ അതിൽ പഠിക്കുക. ഇത് ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. എക്സാമിന് പ്രോഡക്റ്റ് റൂളും ക്വസ്റ്റ്യൻ റൂളും ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പ്രോഡക്റ്റ് റൂൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, പ്രോഡക്റ്റ് റൂള് ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മള് ഇവിടെ ഏതാ സൈൻ? പ്ലസ് സൈൻ ആണ്. ഇവിടെ കണ്ടോ, പ്ലസ് സൈൻ ആണ് പ്രോഡക്റ്റ് റൂള് ചെയ്യുമ്പോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നടുക്കുള്ള സൈൻ പ്ലസ് ആണ്. ക്വസ്റ്റ്യൻ റൂള് വരുമ്പോ ഇത് മൈനസ് ആവും. അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ ഈ റൂൾ ഏതേലും ഒന്ന് പഠിച്ചാൽ മതി. ഇതാണ് പഠിക്കാൻ എളുപ്പമെങ്കിൽ ഇത് പഠിക്കുക, ഇതാണ് പഠിക്കാൻ എളുപ്പമെങ്കിൽ ഇത് പഠിക്കുക. എനിക്ക് കുറച്ചുകൂടെ ലോജിക്കൽ ആയിട്ട് ഈ റൂളാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ ഇങ്ങനെയാണ് പ്ലസ് ടുവിലൊക്കെ പഠിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ റൂള് പഠിച്ചിട്ട് അടുത്ത മീറ്റിംഗിൽ കയറണം. ഇപ്പൊ തന്നെ പഠിക്കണം. ഓക്കെ, ഒറ്റ സെക്കൻഡ്. 5 minutes ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം കിട്ടില്ല, വേണ്ട. നിങ്ങൾ അപ്പൊ റൂള് പഠിച്ചിട്ട് വാ.